നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം മാറി മറിഞ്ഞവരാണ് കൃഷ്ണകുമാർ കുടുംബം. കൃഷ്ണകുമാറിന്റെ 4 മക്കളും ഇൻഫ്ലുവൻസേഴ്സായി വൻ ജനപ്രീതി നേടി. ഭാര്യ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനലുമായി സജീവമാണ്. ലോക്ക്ഡൌൺ കാലത്ത് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറിയെങ്കിലും കാലക്രമേണ ഇവരുടെ ജനശ്രദ്ധ കുറയുകയാണുണ്ടായത്. എന്നാൽ കൃഷ്ണകുമാർ കുടുംബത്തിന് സംഭവിച്ചത് മറിച്ചാണ്. നാൾക്ക് നാൾ ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടുന്നതല്ലാതെ കുറയുന്നതല്ല. എന്തായാലും കുടുംബത്തിലെ ആദ്യ വിവാഹം ദിയ കൃഷ്ണയുടേതായിരുന്നു. ഇപ്പോൾ മദർഹുഡ് ആസ്വദിക്കുകയാണ് ദിയ. ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് ദിയ അതിനെ വിശേഷിപ്പിക്കുന്നത്. ദിയയുടെ കുഞ്ഞിനെ സ്വന്തം മകനെ എന്ന പോലെ ആണ് 3 സഹോദരങ്ങളും സ്നേഹിക്കുന്നതും. ഇതേക്കുറിച്ച് ഇവർ പലപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും ചർച്ച മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും ഇവരുടെ യാത്രകളിൽ ദിയയെ കാണാറില്ല. ദിയയെ ഒഴിവാക്കിയാണ് പലതും ചെയ്യുന്നത് എന്നാണ് ദിയ ഫാൻസിന്റെ പരാതി. ഏറ്റവും പുതിയ കംപ്ലൈന്റ് അഹാന ദിയയെ ഒഴിവാക്കി മറ്റു സഹോദരിമാരുടെ പേര് പറഞ്ഞു എന്നതാണ്. സലോണിൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റിനായി എത്തിയതാണ് അഹാനയും അമ്മയും. എന്നാൽ ഓഫറുകളിൽ ദിയയുടെ പേര് വെട്ടിയതിനെയാണ് ആരാധകർക്ക് ചോദിക്കാനുള്ളത്. ആ റേഷൻ കാർഡിൽ നിന്നും ദിയയുടെ പേര് വെട്ടിക്കളഞ്ഞു. നിങ്ങളുടെ സഹോദരി തന്നെ അല്ലേ ദിയ എന്നിങ്ങനെ നീളുകയാണ് അഭിപ്രായങ്ങൾ. ദിയയെ ഒഴിവാക്കിയുള്ളതൊന്നും ആ വീട്ടിൽ ചെയ്യാറില്ല എന്ന് ഇവരെ അടുത്തറിയുന്നവർക്കറിയാം. സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ മുൻനിരയിൽ നിന്നും അവരെ സഹായിച്ചതും അഹാനയായിരുന്നു. സ്നേഹബന്ധത്തിൽ എത്ര വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ചാലും അവർ ഒറ്റക്കെട്ടാണെന്ന കാര്യത്തിൽ ഫാൻസിനായാൽ പോലും സംശയം വേണ്ട. എന്തായാലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വിമർശനം കേൾക്കേണ്ടി വരുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. ദിയ തന്റെയും ഭർത്താവിന്റെയും കുടുംബത്തെ പരിഗണിക്കുന്നില്ലേ എന്ന വിമർശനവും വന്നിരുന്നു. ഇതിന് ദിയ മറുപടി നൽകിയിട്ടുണ്ട്. അശ്വിന്റെയും എന്റെയും ചെറിയ ഫാമിലിയാണിത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്കൊപ്പം കുടുംബം സമയം ചെലവഴിക്കാറുണ്ടെന്നാണ് ദിയ പറഞ്ഞത്. എന്നാൽ ദിയയുടെ വാക്കുകൾ റെഡിറ്റിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു. മറ്റാരോടെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ അംഗീകരിച്ചേനെ. ഇവിടെ ദിയ തങ്ങൾ 3 പേരുടെ ചെറിയ കുടുംബമാണെന്ന് പറയുന്നു. എന്നിട്ടും വിവാഹശേഷവും സ്വന്തമായി അപ്പാർട്ട്മെന്റ് വാങ്ങിയ ശേഷവും മാതാപിതാക്കളുള്ള വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഭക്ഷണം, കുഞ്ഞിനെ പരിചരിക്കൽ എന്നിവയ്ക്കെല്ലാം കുടുംബം വേണം. എന്നാൽ ഫാമിലി ട്രിപ്പിന്റെ സമയത്ത് തന്റെ ചെറിയ കുടുംബം എന്ന് പറഞ്ഞ് അതിർവരമ്പിടുന്നു. ദിയയുടെ പെരുമാറ്റം എന്റെ ബന്ധുക്കളിൽ ചിലരെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും കാണിക്കുന്നവർ. മക്കൾ ജീവശ്വാസമായ സിന്ധു കൃഷ്ണയ്ക്ക് എന്തുകൊണ്ട് മക്കളിൽ തനിക്ക് പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കേണ്ടി വന്നെന്ന് ഇതുപോലെയുള്ള ക്യാരക്ടറുകൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ജ്വല്ലറി തട്ടിപ്പിന്റെ സമയത്തും ദിയ അമ്മയായപ്പോഴും കുടുംബത്തിലെ ഓരോരുത്തരിൽ നിന്നും ലഭിച്ച പിന്തുണ കൊണ്ട് ദിയ അവരെക്കുറിച്ച് കുറെ കൂടി ബഹുമാനത്തോടെയും നന്ദിയോടെയും സംസാരിക്കുമെന്ന് ഞാൻ കരുതി. ഒന്നിനു പിറകെ ഒന്നായി വന്ന വിവാദങ്ങളിൽ നിന്ന് ദിയയെ കരകയറ്റിയത് അവർ മാത്രമാണ്. അടുത്ത സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. അതിനാൽ മക്കളിൽ പ്രിയപ്പെട്ടവരുണ്ടായതിൽ സിന്ധു കൃഷ്ണയെ കുറ്റം പറയാനാകില്ല. സിന്ധു കൃഷ്ണയുടെ പുതിയ ന്യൂ ഇയർ വ്ലോഗിൽ ദിയ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് ഞങ്ങൾക്കൊപ്പം ദിയയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സംസാരത്തിൽ ചെറിയ ദുഃഖം കാണാനാകുന്നുണ്ട്. തന്റെ ബർത്ത്ഡേ യാത്രയ്ക്കും ദിയ ഇല്ലാത്തതിനെ കുറിച്ച് സമാനമായി സംസാരിച്ചിരുന്നു. ജപ്പാൻ ട്രിപ്പിനെ കുറിച്ച് സിന്ധു പറഞ്ഞത് ആ ട്രിപ്പ് തനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം ഒപ്പം യാത്ര ചെയ്ത ആരും തമ്മിൽ ഈഗോ ഉണ്ടായിരുന്നില്ലെന്നും വഴക്കില്ലായിരുന്നുവെന്നും റെഡിറ്റിൽ വന്ന കുറിപ്പിൽ പറയുന്നു. അതേസമയം അമ്മയായ ശേഷം മകൻ ഓമിയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ലോകം. കുഞ്ഞിനൊപ്പമുള്ള സമയത്തിനാണ് ദിയ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പഴയതുപോലെ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങാനോ വ്ളോഗുകൾ എടുക്കാനോ ദിയ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അമ്മയാകണമെന്നും കുടുംബജീവിതം നയിക്കണമെന്നും ദിയയുടെ വലിയ ആഗ്രഹമായിരുന്നു. ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുമ്പ് ദിയ വിവാഹിതയായതും ഇക്കാരണം കൊണ്ട് തന്നെയാണ്. ഓമി പിറന്നതിൽ ദിയയ്ക്കൊപ്പം സന്തോഷിക്കുന്നവരാണ് ദിയയുടെ കുടുംബവും. അഹാന, ഇഷാനി, ഹൻസിക എന്നീ 3 സഹോദരിമാരും ദിയയുടെ മകനെ സ്നേഹലാളനകൾ കൊണ്ട് മൂടുകയാണ്. എന്നാൽ തന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ദിയ പോസസീവാണ്. 10 മിനിറ്റിൽ കൂടുതൽ കുഞ്ഞിനെ മറ്റാരും എടുക്കുന്നത് ദിയയ്ക്ക് ഇഷ്ടമല്ല. ഇക്കാര്യം ദിയ തന്നെയാണ് തുറന്നു പറഞ്ഞത്. അതേസമയം കുഞ്ഞിനെ മറ്റാരും ഉമ്മ വയ്ക്കുന്നതിനെതിരെയാണ് ദിയ നിരന്തരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ പങ്കുവയ്ക്കുന്നത്. കുഞ്ഞിന്റെ മുഖത്ത് ഉമ്മ വയ്ക്കുന്നത് അണുബാധ വരാൻ കാരണമാകുമെന്നാണ് ദിയ പറയുന്നത്. ഇത് ഡോക്ടർമാർ ശരിവെക്കുന്ന കാര്യമാണ്. എന്നാൽ ദിയ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് ഈ നിബന്ധന സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുന്നതെന്നാണ് വിമർശനങ്ങൾ. അതേസമയം സ്വന്തം കുടുംബാംഗങ്ങളെ ഉദ്ദേശിച്ചും ദിയ ഒരു റീൽ പങ്കുവച്ചിരുന്നു. എന്റെ കുഞ്ഞിനെ ചുംബിക്കരുതെന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ പക്ഷെ ഞാൻ കുടുംബാംഗമാണല്ലോ എന്ന് മറ്റൊരു കഥാപാത്രം പറയുന്നു. വിച്ച് ഐ സെഡ് വാട്ട് ഐ സെഡ് എന്ന ഗാനം പാടുകയാണപ്പോൾ കുഞ്ഞിന്റെ അമ്മ. വീട്ടുകാരിൽ നിന്ന് പോലും കുഞ്ഞിന്റെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടാകരുതെന്ന് നിർബന്ധമുള്ളയാളാണ് ദിയ. ഇപ്പോൾ ഭർത്താവ് അശ്വിനും കുഞ്ഞിനുമൊപ്പം സ്വന്തം ഫ്ളാറ്റിലേക്ക് മാറുകയും ചെയ്തു. ഇത്രയും നാൾ തന്റെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും ഒപ്പമാണ് ദിയ കഴിഞ്ഞിരുന്നത്. കുഞ്ഞിനെ കാണാൻ ഇടയ്ക്ക് ദിയയുടെ ഫ്ളാറ്റിൽ പോകാറുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇഷാനി കൃഷ്ണ പറഞ്ഞിരുന്നു. ഓമി വന്ന ശേഷം തനിക്ക് ചില മാറ്റങ്ങളുണ്ടെന്നാണ് ഇഷാനി പറഞ്ഞത്. കുഞ്ഞുങ്ങളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വൈകി എണീക്കുന്ന ആളാണ്. ഓസി അവനെയും കൊണ്ടുവരും. എന്നിട്ട് അവനെ എന്റെ നെഞ്ചത്ത് നിർത്തും. അവനെ എന്നും കൊണ്ടുവരണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഓമി എന്റെ നെഞ്ചത്ത് നിൽക്കുകയായിരിക്കും. ഏറ്റവും നല്ല കാഴ്ചയാണത്. പക്ഷെ ഇപ്പോൾ ഓസി ഫ്ളാറ്റിലേക്ക് മാറി. ദിവസവും കാണാറില്ല. അവനെ കാണാൻ വേണ്ടി മാത്രം അവിടെ പോയി ബെല്ലടിക്കും. നമ്മളെ കാണണ്ടല്ലേ എന്ന് അവർ ചോദിക്കും. അവരെ കാണണ്ട, ബേബിയെ കണ്ടാൽ മതിയെന്നും ഇഷാനി പറഞ്ഞു.
അതേസമയം ദിയ കൃഷ്ണയും ഭർത്താവും കുഞ്ഞും ദുബായിൽ ന്യൂ ഇയറും ക്രിസ്മസും ആഘോഷിച്ചപ്പോൾ സിന്ധുവും മറ്റു 3 പെൺമക്കളും ബാംഗ്ലൂരിൽ സഹോദരിയുടെ കുടുംബത്തോടൊപ്പമാണ് ന്യൂ ഇയർ ആഘോഷിച്ചത്. സംഭവബഹുലമായ വർഷമായിരുന്നു തനിക്ക് 2025 സിന്ധു പറഞ്ഞിരുന്നു. ജീവിതത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട വർഷമാണെന്നും സിന്ധു പറഞ്ഞിരുന്നു. 2025 നടത്തിയ യാത്രകളിൽ ഏറെ പ്രിയപ്പെട്ട ട്രിപ്പിനെക്കുറിച്ചും മക്കൾക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും സിന്ധു ആ സമയത്ത് സംസാരിച്ചിരുന്നു. 2025 ഞങ്ങൾ ജപ്പാൻ ട്രിപ്പ് പോയത്. ഒത്തിരി നല്ല ഓർമ്മകൾ കിട്ടിയ ട്രിപ്പായിരുന്നു അത്. ഇനി ഒരിക്കൽ കൂടി ജപ്പാൻ ട്രിപ്പ് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയായിരിക്കും. ഞാനും അമ്മുവും ഇഷാനയും ഹൻസികയും മാത്രമായി ട്രിപ്പ് പോവുകയാണെങ്കിൽ അത് അല്പം വ്യത്യസ്തമാണ്. ഞങ്ങൾ എല്ലാവരും വളരെ അഡ്ജസ്റ്റിംഗ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈഗോ ക്ലാഷും ഉണ്ടാവില്ല. ഉറങ്ങാനും ഉഴപ്പാനും ഇഷാനിക്കും മൻസുവിനും ഇഷ്ടമാണെങ്കിലും എന്നെയും അമ്മുവിനെയും അനുസരിക്കാൻ കൂടി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവർ. അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പമുള്ള ട്രിപ്പിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു ടീമായി ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരും സഹകരിച്ചാലല്ലേ കംഫർട്ടബിൾ ആയിരിക്കുകയുള്ളൂ. വളരെ പോസിറ്റീവായ ട്രിപ്പായിരുന്നു അത് എന്നാണ് സിന്ധു പറഞ്ഞത്. 2025 വളരെ സംഭവബഹുലമായ വർഷം തന്നെയായിരുന്നു. ഒരു സുഖമുള്ള വർഷമായിരുന്നു. 2025 നല്ലൊരു വർഷമാണ് ഫീൽ ചെയ്തതെന്ന് സിന്ധു പറഞ്ഞിരുന്നു. പക്ഷേ ഈ വീഡിയോ വൈറലായതിനു ശേഷം ദിയയെക്കുറിച്ചാണോ സിന്ധു പരാമർശിച്ചതെന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. എല്ലാവരും ഒരേ മൈൻഡ് ആയിരിക്കണം, എല്ലാവരും സഹകരിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ ഇഷാനി, ഹൻസു, അതുപോലെ റഹാന എന്നിവരുടെ പേര് പറയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ അനുസരിക്കുന്നുവെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ദിയയുടെ പേര് പറയുന്നില്ല. അപ്പോൾ ദിയ ഒരിക്കലും സഹകരിക്കാറില്ല, അല്ലെങ്കിൽ ദിയയെ തള്ളിയതാണോ സിന്ധുകൃഷ്ണ എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. പലപ്പോഴും സിന്ധുവിന്റെ വ്ളോഗിൽ സിന്ധു പറയുന്ന വാക്കുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചർച്ചയാവാറുണ്ട്.